ഇപ്പോൾ നിരവധി താരങ്ങളും താരപുത്രികളും പുത്രന്മാരും എല്ലാം തന്നെ യൂട്യൂബിലൂടെ മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഈ ഇടയ്ക്ക് മലയാളികൾ എല്ലാവരും ഏറ്റെടുത്ത ഒരു താരപുത്രൻ തന്നെയാണ് ഋഷിൻ. ഷാജി കൈലാസിൻ്റെയും ആനിയുടെയും ഇളയ മകനാണ് ഋഷിൻ. ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ പറ്റിയും തൻ്റെ ജീവിതത്തെ പറ്റിയും പറഞ്ഞെത്തുകയാണ്. ഞാൻ എന്തെങ്കിലും വീഡിയോ പങ്കുവച്ചാൽ ഞാൻ നെപ്പോക്കിഡാണ് എന്നും എനിക്കൊരു കുറവുമില്ല എന്നും അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ എനിക്ക് ജോലി കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാനൊരു നെപ്പോക്കിഡാണ്, അത് സമ്മതിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന രീതിയിലൊരു നെപ്പോക്കിഡല്ല. എന്നെ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഞാൻ അറിയുന്നത് ഇന്ന ആളുടെ മക്കൾ എന്നും രീതിയിൽ തന്നെയാണ്. അതെനിക്ക് മാറ്റാൻ പറ്റില്ല. അതുപോലെ അതിലെനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ അത് വെച്ച് കിട്ടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ ബിസിനസ് റീബ്രാൻഡ് ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ പറയുന്നത്. കുറേയധികം നാളുകൾക്ക് മുൻപ് ഞാനൊരു പെർഫ്യൂം ബ്രാൻഡ് തുടങ്ങിയിരുന്നു. വിഷ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ഒരുപാട് സെല്ലിംഗ് ഉണ്ടായിരുന്നു. ലോൺ എടുത്താണ് ഞാൻ അതെല്ലാം തുടങ്ങിയത്. അച്ഛൻ്റെ അമ്മയുടെ കാശോ അവരുടെ പേരോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ലോൺ എടുത്ത് തുടങ്ങി. അത് ഞാൻ മനോഹരമായി തന്നെ അടച്ചു. ആദ്യമൊക്കെ വലിയ പേരായിരുന്നു, ഭയങ്കര ബ്രാൻഡിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ലോൺ പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റി. പിന്നീട് എവിടെയൊക്കെയോ അത് ഡള്ളായിപ്പോയി, സ്റ്റക്കായിപ്പോയി. ഞാൻ ഇപ്പോഴും ലൈഫിൽ സ്റ്റക്കാണ്. ഇതൊന്നും നെപ്പോ കിഡ്സ് എന്ന് വിളിച്ച് നിങ്ങൾ കളിയാക്കുമ്പോൾ ഞങ്ങൾക്ക് ഫീൽ ആകില്ല എന്നാണോ കരുതുന്നത്? അവരുടെ പേരൊന്നും ഞങ്ങൾ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ജീവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകില്ലേ? ഞാനൊരു നെപ്പോ കിഡ് തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത്, സമ്മതിച്ചു. അതിൽ ഞാൻ അഭിമാനിക്കുന്നുമുണ്ട്. പക്ഷെ അച്ഛനെയും അമ്മയും മാത്രം വെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന എൻ്റെ ചോദ്യം. ഒരു 21 വയസ്സുകാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ പറയാൻ ശരിക്കും നിങ്ങളോട്. എനിക്കൊരു അംബീഷനുണ്ട്. സക്സസ് ആകണം എന്നത് തന്നെയാണ് എൻ്റെ അംബീഷൻ. ഡിഗ്രി ഞാൻ പൂർത്തിയാക്കി. ഇനി എന്ത് എന്ന പ്രതിസന്ധിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആദ്യം നേരിട്ടത്. 8ാം ക്ലാസ്സിൽ വെച്ച് അച്ഛൻ നിർമ്മിച്ച താക്കോൽ സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അതിനുശേഷമാണ് അഭിനയമോഹം വന്നത്. പക്ഷെ ആ സിനിമ ഹിറ്റ് അല്ലാതിരുന്നത് കൊണ്ട് പിന്നീട് എനിക്ക് അവസരങ്ങൾ വന്നില്ല. ശേഷം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതേ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ വഴി വീണ്ടും ഒരു അവസരം വന്നു. അങ്ങനെയാണ് ഞാൻ എത്തിയത്. എൻ്റെ അച്ഛനായതുകൊണ്ടല്ല എന്നെ അതിന് അഭിനയിപ്പിച്ചത് എന്നെനിക്ക് പറയണം. ബിസിനസ് താല്പര്യമുള്ളത് കൊണ്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി കോഴ്സ് ചെയ്തു. അതിൽ നിന്ന് നല്ല രീതിയിൽ പഠിക്കാൻ സാധിച്ചു. ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പായിരുന്നു പിന്നീട് ഞാൻ ചെയ്ത സിനിമ. അതും വലിയ സിനിമയോ വലിയ കഥാപാത്രമോ ആയിരുന്നില്ല. ഡിഗ്രി തീരാറായപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നൽ വന്നു. ഒരു പെർഫ്യൂം ബ്രാൻഡ് തുടങ്ങി. വിഷ് പെർഫ്യൂം എന്നാണ് പേരിട്ടത്. 1.5 ലക്ഷം രൂപയോളം ലോൺ എടുത്താണ് ബിസിനസ് ആരംഭിച്ചത്. തുടക്കത്തിൽ നല്ല വിൽപ്പന നടന്നു. ഞാൻ ലോൺ അടച്ചു തീർത്തു. പക്ഷെ വർക്കിംഗ് ക്യാപിറ്റൽ ഇറക്കാൻ പൈസ ഇല്ലാതായി. എൻ്റെ ലൈഫിൽ നടന്നത് ഞാൻ എല്ലാം തുറന്നു പറയുകയാണ്. ബാക്കിയുള്ള സ്റ്റോക്ക് തീർക്കണം എനിക്ക്. വാങ്ങിയവർ അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഞാനും ഇത് ഉപയോഗിക്കുന്നു. ഇത് റീലോഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കണം. ഞാൻ ഇപ്പോഴും ഇത് ഉപയോഗിക്കാറുണ്ട്. ഞാൻ അത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളതെന്ന് തന്നെ പറയണം. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എൻ്റെ ബ്രാൻഡായതുകൊണ്ട് ഞാൻ പറയുകയല്ല. പക്ഷെ നല്ലത് തന്നെയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. എന്നിട്ടും ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ടും നെപ്പോ കിഡാണ് എന്നും ഞങ്ങൾക്കെല്ലാം എളുപ്പത്തിൽ സാധിക്കുമെന്നും നിങ്ങൾ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഋഷിൻ പറയുന്നത്. ഋഷിൻ്റെ സങ്കടമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.